ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ എന്താണ് പറയണത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ളതാണ്. നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്, ഇന്നൊരു ലൈവ് സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 മണിയുടെ സെക്ഷനാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി എത്രയായി, സമയം 2:06 കഴിഞ്ഞു. ഓക്കെ, ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് പേര് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ VIP ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണ് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? USD BRL നമുക്ക് ഇവനെ ആരപ്പോൾ USD BRLനെ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഗ്രൂപ്പിലേക്കൊന്ന് ഇടട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഗ്രൂപ്പിലേക്ക് ടു USD BRL. ഓക്കെ, നോക്കി നമ്മുടെ ഗ്രൂപ്പാണ്. ഓക്കെ, നമ്മളിങ്ങനെയാണ് ഫസ്റ്റ് എന്നിട്ട് ഇതൊക്കെ എത്രയാണ് 2:07 സിഗ്നൽ നമ്മൾ ഇതിട്ടുണ്ട്. എന്താണ് USD BRL എന്ന് പറയുന്ന ഇതിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങോട്ടാണ് ട്രേഡ് എടുക്കുക? അപ്പിലേക്ക് നമ്മൾ ട്രേഡ് കൊടുത്തു. ഇനി നമ്മുടെ VIP ഗ്രൂപ്പിലെ മെമ്പേഴ്സുകൾ എടുത്തോളൂ. അപ്പോൾ ഒപ്പം ഞാനും എടുക്കാം. ഓക്കെ, അപ്പിലേക്കാണ് ഒരു എൻട്രി. പക്ഷേ സാധനം എന്താണ്, ഡൗൺ ട്രെൻഡാണ്, പണിയാണ്. പക്ഷേ നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് താഴോട്ട് മാത്രം അല്ലെങ്കിൽ മേലോട്ട് മാത്രം പോകില്ല. എന്ത് ചെയ്യും, അവിടെ ഒരു എന്താണ് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ഓക്കെ, ആ സ്റ്റെപ്പിലേക്കാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കുറച്ചും കൂടെ മാർക്കറ്റ് ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുക. ഓക്കെ, റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഇതോ ലൈനോ എന്ത് വേണം നിങ്ങൾക്ക്, ഹൊറിസോണ്ടൽ ലൈനോ എന്ത് വേണേൽ എടുക്കാം. ഞാൻ റെക്റ്റാങ്കിളാണ് എടുക്കാറ്. ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഉണ്ടോ, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ സപ്പോർട്ട് ഏരിയ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ സിമ്പിൾ. സപ്പോർട്ട് ഏരിയ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സപ്പോർട്ട് ഏരിയ കണ്ടുപിടിക്കുന്നു, നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കുന്നു. ഓക്കെ, 2, 1. ഓക്കെ, നമ്മൾ ഈ ട്രേഡിൽ ബിന്നായി. ഓക്കെ, ബിന്നായി. നമ്മളിവിടെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സിഗ്നൽ കണ്ടുപിടിക്കണം. അടുത്ത പെയർ കണ്ടുപിടിക്കണം. അടുത്ത് നോക്കട്ടെ, നമ്മുടെ ബംഗ്ലാദേശിലെ ആൾക്കാരെ നോക്കാം. ബംഗ്ലാദേശിലെ ആൾക്കാർ BDT എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ടാക്ക. ഓക്കെ, PKR എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ റുപ്പി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 9 ഡൗണിലേക്ക് വേണ്ട. ഇതിലൊരു ചെറിയൊരു ഫ്ലക്ച്വേഷനും കുറച്ച് വിക്സൊക്കെ കൂടുന്നുണ്ട്. വിക്ക് കൂടുന്നത് കൊണ്ട് നമുക്കതിൽ വേണ്ട. നമുക്കത് കുറയ്ക്കാം. സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നത് എല്ലാ ദിവസവും. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ. ഇപ്പോൾ സാറ്റർഡേയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 11 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്, രാത്രി 9 മണിക്ക്, പിന്നെ രാത്രി 10:30. ഇങ്ങനെ ഇത്രയും സെക്ഷനാണ്, 4 സെക്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗുളിക കഴിക്കുന്ന പോലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം, ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത് ബൈനറി ട്രേഡിംഗ് എല്ലാ ട്രേഡിങ്ങിലും നിങ്ങൾ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ട്രേഡിങ്ങിൻ്റെയും റിമാർക്സിൽ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇത് കാണാൻ പറ്റും. ഓക്കെ, ആ നെഗറ്റീവ് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണാം
ദിസ് ഈസ് ഫേക്ക്, അല്ലെങ്കിൽ അത് ആന ചേന എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് അവരെന്താ പറയുകയെന്നറിയോ? എന്താ പറയുക? സിറോദ ഫേക്കാണ്, അല്ലെങ്കിൽ ഏഞ്ചൽ 1 ഫേക്കാണ്, അല്ലേ? അങ്ങനെയാണ് അവർ പറയുക. അതുപോലെ തന്നെയാണ് ഈ ബൈനറിയിൽ എന്താ പറയുക? കോട്ടക്സ് ഫേക്കാണ്, അല്ലെങ്കിൽ ബിനോമോ ഫേക്കാണ്, അല്ലെങ്കിൽ പോക്കറ്റ് ഓപ്ഷൻ ഫേക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിനെയും കംപ്ലൈൻറ്റ് വരും. എന്തുകൊണ്ടാണ്? നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരെ പഴിചാരും. ഓക്കെ, അത് ചെയ്യുന്നവരെയാവാം, ആക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് കഴിഞ്ഞിട്ട് നമുക്കൊരു അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. NGN അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് സെക്കൻഡിൽ കൊണ്ടിട്ട് റെഡ് ക്യാൻഡിൽ വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കിവിടെ ഒരു അപ്പിലേക്ക് പോകുന്ന ഒരു ചാൻസ് ഉണ്ട്, നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ബാഡ് കമൻസുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് എന്താ പറയുക, ട്രേഡിംഗ് ഫീൽഡിൽ അല്ലാതെയുള്ള ഫീൽഡുകളിലൊക്കെ ഇഷ്ടം പാരെയുണ്ട്, അല്ലേ? ഒരുപാടുണ്ടെങ്കിലും ട്രേഡിംഗ് ഫീൽഡിൽ ഒരുപാട് നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമ്മൾ കേട്ട് വളർന്നൊരു കാര്യമാണ് ട്രേഡിംഗ് ആണോ, അയ്യടാ അത് വലിയൊരിതാണ്. ഓക്കെ, പക്ഷെ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകില്ലാത്തതുകൊണ്ടാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് പോലെയും നല്ല റിസ്ക്കുള്ളൊരു കാര്യം തന്നെയാണ്. റിസ്ക് ഇല്ലാത്ത എന്ത് ബിസിനസ്സാണ് ഉള്ളത്? ഏത് ബിസിനസ്സും. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഇതിപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ MTG എടുക്കും കേട്ടോ. അപ്പോൾ റിസ്ക് ഇല്ലാത്ത എന്ത് ബിസിനസ്സാണ് നമുക്കുള്ളത് എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ എന്താ പറയുക, എന്താ പറയുക, ഒരു ബെഗ്ഗറായിട്ട് പോകണമെങ്കിലും, അല്ലെ ഒരു യാചകനായിട്ട് പോകണമെങ്കിലും നമ്മളൊരു ഇതിൽ സെറ്റിങ്ങിൽ അല്ലെങ്കിൽ ഡ്രസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു യാചകനായിട്ട് ഇതാക്കും. അതും ഒരു വൺ കൈൻഡ് ഓഫ് ബിസിനസ് തന്നെയാണ് പലർക്കും, അല്ല? അപ്പോൾ അതിനകത്തായിട്ടുള്ള പല മേക്കപ്പുകളും പല കാര്യങ്ങളും പല ഇതും ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും, പല സാക്രിഫൈസുകളും വേണ്ടി വരും. ഇനി അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അവർ ഓൾറെഡി അതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി സാക്രിഫൈസ് അല്ല. ഇപ്പം പറ്റിക്കുന്നവരും ഇല്ല, ജെനുവനായിട്ടുള്ള ആൾക്കാരും. കാല് വയ്യാത്ത ഒരാൾ, അയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് കാല് വയ്യ എന്നുള്ളത് തന്നെയാണ്. മനസ്സിലാവുന്നത്? അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാടുള്ള ആൾക്കാരുകളും ഒക്കെ ഈ ഏത് ബിസിനസ്സിനായാലും അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനുഭവിച്ചിട്ടാണ്, നമ്മളിവിടെ ലോസായി അനുഭവിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മളിതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് ബിസിനസ്സായാലും അതിനെക്കുറിച്ച് അതിന് എന്താ പറയുക, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ നമ്മൾ സക്സസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നാളെ എനിക്ക് പോയിട്ട് ഒരു ബെഗ്ഗറിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. കാരണം വെച്ചാൽ എന്താ പറയുക, എനിക്ക് അതിൻ്റെ അപ്പിയറൻസ് എനിക്ക് വേണം. ഓക്കെ, ആ അപ്പിയറൻസ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ഒരു ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ബെഗ്ഗിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഹൈ ലെവലാണ്, പക്ഷെ എന്നാലും നമ്മൾ സൊസൈറ്റിയിൽ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിലും അങ്ങനെ തന്നെയല്ലേ? ഏത് ബിസിനസ്സിലും നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ, അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, മനസ്സിലാവുന്നുണ്ടോ, നമുക്ക് ഏത് സംഗതിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിലും നമ്മൾ സക്സസ് ആവണമെങ്കിൽ സിമ്പിൾ വേർഡ്, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിനെക്കുറിച്ച് ട്രേഡിങ് മോശമാണെന്ന് പറയുന്നവരോട് നമുക്കിനി എന്ത് പറയാൻ പറ്റും? ഒറ്റയൊന്നേ ഉള്ളൂ, നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കത് അത് ഫേക്കായിട്ട് തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ആയാലും ശരി, അല്ലെങ്കിൽ ഏത് ട്രേഡിംഗ് ആയാലും ശരി, ട്രേഡിങ്ങും പലരും എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊരു ബ്രോക്കറിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ? ഇത്രയും കറക്റ്റാണെങ്കിൽ ആ ബ്രോക്കർ കറക്റ്റാണ്. അപ്പോൾ കോട്ടക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതേപോലുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള
കമ്പനികൾ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റും വിഡ്രോയും ചെയ്യുമെന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ന് വിചാരിച്ച് UPI ചെയ്യാൻ പറ്റില്ല എന്നല്ല, UPI ചെയ്യാൻ പറ്റും. ഇതിൽ UPI ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ UPI ചെയ്യുമ്പോൾ എന്താ കുറച്ച് ഡിലേ ആവും. ഞാനൊരു വേറെ വീഡിയോയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ക്രിപ്റ്റോ കറൻസി വെച്ച് ചെയ്യുമ്പോൾ ഡോളറായിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ബൈനാൻസ് ഉണ്ട്. ബൈനാൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡോളർ മേടിക്കാം. നമ്മുടെ UPI ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോളർ മേടിക്കാം. എന്നിട്ട് ബൈനാൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോട്ടക്സിലായാലും ഇതിൽ എന്താ പറയുക, കോട്ടക്സിലായാലും പോക്കറ്റ് ഓപ്ഷനായാലും ബിനോമിയിലായാലും ഏതിലായാലും ശരി, ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഇതിലാണ് ചെയ്യുന്നതെന്ന് വെച്ചോട്ടെ, XNS-ലാണെന്ന് ചെയ്യണമെന്ന് വെച്ചോട്ടെ, ഫോറക്സിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. XM-ലായിക്കോട്ടെ, ഏതിലായിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിഡ്രോവലും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ നടക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് അടുത്ത പെയർ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് PKR ഒരു ഫ്ലക്ച്വേഷൻ നടന്നാണ്, അതുകൊണ്ട് നമ്മൾ അതൊന്നും ഒഴിവാക്കി പിടിക്കാം. ഇനി നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലോസിനെ റിക്കവർ ചെയ്യുകയും വേണം. റിക്കവർ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പ്രോഫിറ്റിലേക്ക് പോകുകയും വേണം. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രൂപ്പുകളെ പോലെ, എല്ലാ ഗ്രൂപ്പിനും ഞാൻ പറയുന്നില്ല, അങ്ങനെ നമ്മൾ മോശമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ മോശമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ചില ഗ്രൂപ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് വന്നു കഴിഞ്ഞാൽ, 1-2 ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തും. അവിടെ നിർത്തിയിട്ട് പറയും ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ നാളെ നോക്കാം, മാർക്കറ്റ് മോശമാണ്, അതാണ് ഇതാണെന്ന് പറയും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരു ലോസ് നിർബന്ധമായിട്ടും വരും. ലോസ് വരാതിരിക്കുന്നതിന് യാതൊരു ഇതുമില്ല. കാരണം ട്രേഡിംഗ് ആണ്, ലോസ് വരും. നമ്മൾ കൊടുക്കുന്ന 1 സെക്കൻഡിൽ ലോസ് വരും, 1 സെക്കൻഡിൽ പ്രോഫിറ്റ് വരും, അങ്ങനെ ലോസുകളും വരും. ലോസ് മാത്രമേ വരുന്നുണ്ടെങ്കിൽ അയാൾ ഒരു നല്ല ട്രേഡർ അല്ല. പ്രോഫിറ്റ് മാത്രമേ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു നല്ല ട്രേഡർ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ലോസും വരും, പ്രോഫിറ്റും വരും, ലോസും വരും, പ്രോഫിറ്റും വരും, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ വന്ന ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യണം. അവിടെയാണ് നമ്മുടെ മിടുക്ക്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ട്രേഡ് എടുത്തൂടെ? ഒന്നെങ്കിൽ ലോസ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ്, അല്ലേ? ആരെടുത്താലും അങ്ങനെയല്ലേ വരും. ഇപ്പം ഞാനെടുത്താലും അങ്ങനെ വരും, നിങ്ങളെടുത്താലും അങ്ങനെ വരും. ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഇതിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്താലും ഒന്നെങ്കിൽ ലോസ് വരും, ഒന്നെങ്കിൽ പ്രോഫിറ്റ് വരും. ഓക്കെ, പക്ഷേ ആ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടതും ഇതിനെക്കുറിച്ച് അറിയാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രാറ്റജികളും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒരു എന്താ പറയുക, പെർഫെക്റ്റായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളത്. എത്ര പെർഫെക്റ്റ് ആയാലും നമുക്ക് എന്താ പറയുക, ഈ മാർക്കറ്റ് നമുക്ക് ലോസ് തരാതിരിക്കുമോ? എത്ര പെർഫെക്റ്റ് ആയാലും നമുക്ക് ഈ മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തരാതിരിക്കുമോ? അപ്പോഴും നമുക്ക് പ്രോഫിറ്റും ലോസും തന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അത് പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാൻ നമുക്കുണ്ടായ നമ്മുടെ പ്രാക്ടീസുകളും നമുക്കുണ്ടായ ഇത്ര നോളജുകളും കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ നോക്കുകയാണ്. ഇന്ന് മാർക്കറ്റ് വലിയ ഗുണം പോരാ. ഓക്കെ, എന്നാലും നോക്കാം. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ ഇത് കാണുന്നുണ്ട്. ടൈമായിപ്പോയി, നമുക്കത് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ സിഗ്നൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ അത് പെയർ സെലക്ട് ചെയ്ത് അത് ട്രേഡ് എടുക്കാൻ ആർക്ക് പറ്റണം? നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാനിപ്പോൾ 44 സെക്കൻഡിലാണ് ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഏത് പെയറിലാണ് നിങ്ങൾ അടുത്ത ക്യാൻഡിലിൽ ട്രേഡ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ അടുത്ത ക്യാൻഡിലിൽ ഏത് പെയറിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ 40 സെക്കൻഡിൽ 36 സെക്കൻഡിൽ ഞാൻ അവർക്ക് അയക്കും. ഓക്കെ, ഓക്കെ, അയച്ചു. ഓക്കെ, ഇപ്പോൾ എന്തായി? അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി എങ്ങോട്ടാണ്? ഒരു അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നല്ലൊരു ക്യാൻഡിൽ വന്നു, അപ്പിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത്
ട്രേഡ് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നോക്കിക്കേ, ഗ്രൂപ്പിൽ ഓൾറെഡി 2:20 ഗ്രൂപ്പിൽ എന്താ പറയുക, ഞാൻ മെസ്സേജ് ഇട്ടു. 2:20 തന്നെ ഞാൻ ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോവുക എന്നുള്ളത് മെസ്സേജ് ഇട്ടു. ഓക്കെ, എൻ്റെ പ്രഡിഷൻ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകണമെന്നില്ല എനിക്കറിയില്ല, എൻ്റെ പ്രഡിഷനാണ്. ഓക്കെ, ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ അനാലിസിസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് മാർക്കറ്റ് അപ്പിലേക്കാണ് പോവുള്ളൂ. ആ മാർക്കറ്റ് എന്നല്ല, ആ ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്കേ പോവുള്ളൂ എന്നുള്ളത് ഞാനിവിടെ എൻ്റെ മെമ്പേഴ്സിന് ഞാൻ അയച്ചു കൊടുത്തു. ഓക്കെ, ഇനി അവരതെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നുണ്ടോ നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇത് അപ്പിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ MTG എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളാണ് കേട്ടോ. ലാസ്റ്റ് സെക്കൻഡിൽ കടന്ന് കളിക്കുന്നുണ്ടോ? ലാസ്റ്റ് സെക്കൻഡിൽ കടന്നിട്ട് ഗ്യാപ്പ് ഡൗൺ. ഇങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് പണി തരുന്നതും മാർക്കറ്റ് ഇതാക്കുന്നതും ഒക്കെ. ഇതാണ് പ്രശ്നം. ഓക്കെ, മാർക്കറ്റ് എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവണമെന്നില്ല. ചില സമയം നമ്മളെ ഓപ്പോസിറ്റ് ആവും, ചില സമയം നമ്മൾ വിചാരിക്കുന്നത് പോലെയാകും. ഓക്കെ, ഇതൊക്കെ സംഗതി ശരിയാണ്, അതിലൊന്നും നമ്മൾ നോക്കൊന്നും വേണ്ട. നമ്മളെപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ എന്താ പറയുക, തെറ്റിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി, അയ്യോ മാർക്കറ്റ് ഇങ്ങനെ ആയല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ട്രാറ്റജീനെ ഞാൻ ബ്രേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. അത് നിങ്ങൾക്ക് വിനയാവും. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് പണി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നോ പ്രോബ്ലം. ഓക്കെ, നമുക്കിതും ലോസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ എഗെയിൻ അപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ക്യാൻഡിൽ അപ്പിലേക്ക് പോകും, 100% അപ്പിലേക്ക് പോയിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? അപ്പിലേക്ക് പോകുമെന്ന് പറയണേ, നമ്മുടെ അനാലിസിസ് അങ്ങനെയാണ്. മാർക്കറ്റ് ഞാൻ മാർക്കറ്റിനോട് പറയുന്നതാണ്, മാർക്കറ്റ് നീ എന്ത് വേണമെങ്കിലും കിടന്ന് കളിച്ചോ, എങ്ങനെ വേണമെങ്കിലും കിടന്ന് കളിച്ചോ, എനിക്ക് ഈ സിഗ്നലിൽ എനിക്ക് വിന്ന് വേണം. നമ്മൾ എഗെയിൻ അപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എഗെയിൻ അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെമ്പേഴ്സുകൾ മുഴുവൻ എഗെയിൻ അപ്പ് എടുത്തിട്ടുണ്ട്. അവർക്ക് പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റ് കിട്ടിയിരിക്കും. അതിൽ യാതൊരു ഇതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം നോക്കി എന്ത് ഹൈറ്റിലാണ് ഇത് പോണേന്ന് നോക്കി, ക്യാൻഡിൽ പോണേന്ന് നോക്കി. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യവും അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ് കൊടുക്കൂല കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ പെർഫെക്റ്റായിട്ട് അത് അപ്പിലേക്ക് പോകും എന്ന് നമ്മൾ ഇത്രയും കാലം ഇതിൽ തന്നെ കടന്ന് കളിച്ചതല്ലേ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടാവുമല്ലോ, അറിവുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്യാൻഡിൽ നോക്കാം. അടുത്ത ക്യാൻഡിലാണ് നമുക്ക് IDR കുറേ നേരമായിട്ട് സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് IDRലേക്ക് ഒന്ന് കൊടുക്കാം. IDR കൊടുത്തിട്ടുണ്ട്, അപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ IDR അപ്പിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. പക്ഷേ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് കാണിക്കുന്നത്. കാരണം എന്താ അറിയോ? നോക്കിയേ, ഹൈ ആൻഡ് ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, ഈ ഹൈനെ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ചാൻസ് ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ റെക്റ്റാങ്കിൾ എടുത്ത് കാണിച്ചു തരാം. ഒരു ചാൻസ് ആട്ടോ, ഒരു ചാൻസ് ഇവിടെ നമുക്കൊരു എറർ ക്യാൻഡിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായോ? 10 സെക്കൻഡിന് ശേഷം മാർക്കറ്റ് ടേൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ, ഹൈ ഫ്ലക്ച്വേഷൻ ആണെന്നുള്ളതാണ് ഇത്. നമുക്ക് 2-3 ക്യാൻഡിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 2-3 ക്യാൻഡിൽ നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. ഓക്കെ.
ഡോണ്ട് വറി, നമുക്കിതും പ്രോഫിറ്റിലേക്ക് കിട്ടി. നെക്സ്റ്റ് വൺ, ഇതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് BRL. BRL ഒരു ചാൻസ് BRL ഉണ്ട്, പക്ഷേ എനിക്കത് സിഗ്നൽ ഇവിടെ 23 സെക്കൻഡ് അല്ലേ ഉള്ളൂ, ഒരു വർഷമല്ല. ഞാൻ നമ്മുടെ മെമ്പേഴ്സിന് എടുക്കാൻ പറ്റുന്ന സമയമുണ്ടോ നോക്കും, മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് എടുക്കാൻ പറ്റണം, അവർക്ക് എടുക്കാനും അവർക്ക് അപ്പിലേക്ക് അല്ലെങ്കിൽ ഡൗണിലേക്ക് അവർക്ക് എടുക്കാൻ പറ്റണം. പക്ഷേ ഇതൊരു ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കാം, കാരണം ഞാൻ അപ്പിലേക്കാണ് കൊടുത്തേക്കണേ, നോക്കിക്കോ, അപ്പിലേക്ക് കൊടുത്തു. ഓക്കെ, നമ്മുടെ എന്താ പറയുക, ഇൻഡിക്കേറ്ററും ഡൗൺ ട്രെൻഡറാണ് കാണിക്കുന്നത്. ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മളൊരു സ്ട്രാറ്റജി പറഞ്ഞായിരുന്നു. ഓക്കെ, ആ സ്ട്രാറ്റജി പ്രകാരം നല്ല ഇപ്പോൾ ട്രേഡ് എടുക്കണേ കേട്ടോ. സ്ട്രാറ്റജി പ്രകാരം എടുക്കണമെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കണമായിരുന്നു. ഈ സ്ട്രാറ്റജീൻ്റെ വീഡിയോ, ഓക്കെ, ഇത് സ്റ്റോക്കാസ്റ്റിക് ആണ് ഈ ഇൻഡിക്കേറ്റർ. ഈ സ്ട്രാറ്റജീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതാക്കണ്ട. ഓക്കെ, ഇത് സ്ട്രാറ്റജിയുടെ വീഡിയോ കാണാനല്ല ഞാൻ പറഞ്ഞത്. ഈ സിഗ്നൽ ഇപ്പം തന്ന സിഗ്നലില്ലേ, ഇത് 100% വിന്നാവുന്നത് 100% ഉറപ്പാണ്, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതും ഡൺ. ഓക്കെ, ഇതിൽ കൂടുതൽ എന്ത് വേണം? ഓക്കെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് സ്ട്രാറ്റജീൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കാസ്റ്റിക് ആയാലും അതേപോലെ മൂവിങ് ആവറേജ് ആയാലും, അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയാലും, അതുപോലെ തന്നെ ക്ലെൻഡർ ചാനലായിട്ട് ഒരുപാട് സ്ട്രാറ്റജികൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, ലൈവ് ക്ലാസ്സസിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്ക്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡെമോ അക്കൗണ്ട് ഉണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തോന്നുകയാണ് ഇല്ല ഞങ്ങൾക്ക് VIP ഗ്രൂപ്പിലും കൂടെ ചേർന്നാൽ കുറച്ചും കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ VIP ഗ്രൂപ്പിലും കൂടെ ചേരാം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഓക്കെ, എപ്പോഴും മാർക്കറ്റ് ഒരേപോലെയല്ല, ലോസ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടാവും. ഓക്കെ, പക്ഷേ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യും. ലോസിനെ എങ്ങനെ റിക്കവർ ചെയ്യണമെന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. എവിടെ പോയത്? ഈ ലോസ് ഉണ്ടായത് ഇതുണ്ടോ, ഈ ലോസ് ഉണ്ടായതിനൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്തതെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു ലോസ് വന്നപ്പോഴത്തേക്കും അയ്യോ പിന്നെ മെസ്സേജും ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ സെക്ഷൻ അവർ പറയും മാർക്കറ്റ് ഈസ് ഹൈ ഫ്ലക്ച്വേഷൻ ഇൻ ദ മാർക്കറ്റ്, നെക്സ്റ്റ് ട്രേഡ് ഓൺ ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും നിങ്ങൾക്ക് വരില്ല. ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അത് പ്രോഫിറ്റിലാക്കിയിട്ട് ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ. അത് 9 o'clock സെക്ഷൻ ആയാലും ശരി, 11 o'clock സെക്ഷൻ ആയാലും ശരി, 2 o'clock സെക്ഷൻ ആയാലും ശരി, ഏത് സെക്ഷൻ ആയാലും ശരി, നമ്മളത് ആ സെക്ഷൻ പോസിറ്റീവിലാക്കിയിട്ടേ നമ്മൾ നിർത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ എത്ര കൊടുത്തു, എത്രയാണ് സെപ്റ്റംബർ 8. ഇത് മേലോട്ട് പോയോ? ഇത് രാവിലെ കണ്ടക്ട് ചെയ്തിട്ട് 11 o'clock 4 സിഗ്നൽ കൊടുത്തു, അതിൽ 1 ലോസായി. ഓക്കെ, 3 വിന്നായി. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര കൊടുത്തു? 1 2 ലോസായി, 3 4 5 5ൽ ഒരെണ്ണം ലോസായി പോയി. ഓക്കെ, ഡൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എന്തുകൊണ്ടാണ് ഞാൻ ബൈനറി ഞാൻ ഫോറക്സ് ചെയ്യുന്നുണ്ട്. ഫോറക്സിൻ്റെ ഗ്രൂപ്പ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് ബാങ്ക് നിഫ്റ്റി ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഗ്രൂപ്പില്ല, അതിന് സെപ്പറേറ്റ് ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നു ബാങ്ക് നിഫ്റ്റി. അതുപോലെ ബിറ്റ്കോയിൻ മാനുവലായിട്ട് ചെയ്യുന്നുണ്ട്.
ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ബൈനറി ട്രേഡിങ്. അതിൻ്റെ ഗുണം എന്താ അറിയുക? അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതുകൊണ്ട് തന്നെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 193 രൂപ കിട്ടും. എന്ന് വെച്ചാൽ 93 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടും. എന്ന് വെച്ചാൽ 93% പ്രോഫിറ്റാണ്. ഇഫ് മൈ ഡയറക്ഷൻ ഈസ് പെർഫെക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്തായാലും ഞാൻ ദൈവം അനുഗ്രഹിച്ചിട്ട് ഞാനത് പ്രോഫിറ്റിലേക്ക് എന്നെ ആക്കിയെടുക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിച്ചിട്ട്. ഒരു വേർഡുണ്ട് അവിടെ, ദൈവം അനുഗ്രഹിച്ചിട്ട്. ഞാൻ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അവൻ തരാതെ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ബൈനറി തന്നെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവർ പിന്നെയും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ.